സിദ്ധാർത്ഥൻ ഏറ്റുവാങ്ങിയ പീഡനത്തിന്റെ വിവരങ്ങൾ കൃത്യമായി വെളിവാക്കുന്ന സാക്ഷിമൊഴികളടക്കം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനും പുറപ്പെട്ടു എന്ന വിവരവും വരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. സുനിഷ അയ്യല്ലൂർ, സിദ്ധാർത്ഥന് നേരിട്ട പീഡനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുകയാണ്. കുടുംബം അടുത്തതായി മുഖ്യമന്ത്രിയെ കാണാനായി പോകുന്നു എന്ന് പറയുന്നു. എപ്പോഴാണ് അവർക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രിക്കടുത്തേക്ക് അവർ എപ്പോഴെത്തും? സുജയ, ഏകദേശം 11 മണിക്കാണ് മുഖ്യമന്ത്രി സമയം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയെ കാണാനായി എത്തുമെന്നതാണ്. പറഞ്ഞതുപോലെ ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മുതൽ കുടുംബം തുടക്കം മുതൽ എണ്ണി പറയുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. സിദ്ധാർത്ഥ ഏത് രീതിയിൽ മർദ്ദിക്കപ്പെട്ടു, അതേസമയം തന്നെ ഡീനിനും അസിസ്റ്റന്റ് വാർഡനും ഈ വിഷയത്തിലുള്ള പങ്ക്, നേരത്തെ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ഡീനും ഈ അസിസ്റ്റന്റ് വാർഡനും ഉണ്ടാക്കിയെന്നതടക്കമുള്ള കാര്യങ്ങൾ കുടുംബം തന്നെ ആരോപിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ നേരത്തെ ഈ തടഞ്ഞത് ഡീനാണ് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയും കാണിക്കുന്നത് കുടുംബം പറയുന്നതൊക്കെ തന്നെയും കുടുംബം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെയും സാധൂകരിക്കുന്ന രീതിയിലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി ഈ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനായി എത്തുന്നത്. പ്രധാനമായും ഇത് CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ വിശ്വാസമുണ്ട്. അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരല്ലെങ്കിൽ പോലും തൃപ്തരല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ മുന്നോട്ടുള്ള പോക്കിൽ, ഈ അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ആ കുടുംബം പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ എന്നൊരു നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. അത് തന്നെയാണ് ഇന്ന് പ്രധാനമായും മുഖ്യമന്ത്രിയോട് ഇവർ പറയാനും ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പ്രതി ചേർക്കുക എന്നതാണ്. നേരത്തെ വലിയ രീതിയിൽ തുടക്കം മുതൽ ഇവർ പറയുന്ന പേരുകളിൽ ഒന്നാണ് ഡീനും അസിസ്റ്റന്റ് വാർഡൻ ഈ കാന്തനാഥ്. പക്ഷേ അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആദ്യം മിനിസ്റ്റർ അടക്കം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഇവരെ പ്രതി ചേർക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇവരെ പ്രതി ചേർത്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവർക്ക് കൃത്യമായ പങ്കുണ്ട് എന്നൊരു ആരോപണം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ ഈ 22 ഇപ്പോൾ തന്നെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം കുട്ടികൾ കണ്ടിട്ട് പോലും 22ഓളം പേരാണ് മൊഴി നൽകിയത്. പക്ഷേ പലപ്പോഴും പലർക്കും ഈ കാര്യം പറയാൻ പേടിയായിരുന്നു എന്നതാണ്. ഇവരെ ആരാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, ആരാണ് ഇത്തരത്തിൽ ഇവരോട് ഈ പറയുന്നതിൽ നിന്നും, കാരണം ഇവർക്കൊക്കെ തന്നെയും കൃത്യമായൊരു ഭീഷണി നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തുടർന്ന് പറയാനുള്ള ഒരു ഭയം എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. അത് ആര് ഭീഷണിപ്പെടുത്തുന്നു എന്നതിലടക്കം കൃത്യമായ ഒരു ചിത്രം തെളിയേണ്ടതുണ്ട് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളൊക്കെ തന്നെയും പിടിച്ച 18 പ്രതികൾക്ക് മേലെയും കൊലക്കുറ്റത്തിനുള്ള വകുപ്പ് ചുമത്തണമെന്നൊരു ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് ബോധിപ്പിക്കുമെന്നത് തന്നെയാണ് പറയുന്നത്. പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എന്നൊരു ആവശ്യം തന്നെയാണ് ആ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയാവും ഇന്ന് മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കുക. സുജയ. ഓക്കെ സുനിഷ, നമുക്ക്